നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണി മുകുന്ദന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ദയനീയമായിട്ടുള്ള ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. ദയനീയമായിട്ടുള്ള ബോക്സ് ഓഫീസ് കണക്കുകൾ എന്ന ഈ സിനിമയെ വിശേഷിപ്പിക്കാമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു പോയി എന്ന് മാത്രം. ഏറ്റവും എടുത്തു പറയേണ്ട ഏറ്റവും അവസാനത്തേതായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമ വലിയ ഹിറ്റായിട്ട് മാറുകയും അത് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന താരം തന്നെ വലിയ പാൻ ഇന്ത്യൻ ലെവലിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്ത സമയത്താണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പടമായിട്ടുള്ള ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്തത്. സിനിമ എനിക്ക് കാണാൻ സാധിച്ചില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ വലിയ തിരക്കുകളിലായിരുന്നു. ഒരു സിനിമയും കാണാൻ സാധിച്ചിട്ടില്ല. ഗോലിയാത്ത് മാത്രമാണ് ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ടതിൽ, ഗോലിയാത്തല്ല ദാവീദ് മാത്രമാണ് ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ടതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട ഒരേ ഒരു സിനിമ. അതിന്റെ റിവ്യൂ ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. എന്ത് തന്നെയാലും ഗെറ്റ് സെറ്റ് ബേബിയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നമ്മൾ നോക്കുമ്പോഴാണ് ഈ ഒരു വ്യത്യാസം, അതായത് പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറിന്റെ ദയനീയാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ളത്. പിന്നെ ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയൊന്നും ആയിരുന്നില്ല, ഒരു ചെറിയ ഉണ്ണി മുകുന്ദൻ ചിത്രം. ഇതിനു മുമ്പ് ഉണ്ണി മുകുന്ദന്റേതായിട്ട് റിലീസ് ചെയ്ത സിനിമകളുടെ കളക്ഷനുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇത് വലിയ തെറ്റില്ലാതെ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കേരള ബോക്സ് ഓഫീസ് കണക്കുകളാണ് പറയുന്നത്. റിലീസ് ചെയ്ത ആദ്യ ദിവസം ഈ സിനിമയ്ക്ക് കിട്ടിയത് 29 ലക്ഷം രൂപ മാത്രമാണ്. രണ്ടാം ദിവസത്തേക്ക് സിനിമയ്ക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിരുന്നു. രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ 45 ലക്ഷം രൂപയായിട്ട് അത് കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാം ദിവസത്തേക്ക് വരുമ്പോൾ 48 ലക്ഷം രൂപയായിട്ട് അത് കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 48 എന്ന് പറയുന്നത് ഞായറാഴ്ചയായിരുന്നു എന്നുള്ള ഓർക്ക്. അപ്പോൾ പോലും 50 ലക്ഷം രൂപ തയ്ക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചില്ല. എന്നാൽ ആദ്യത്തെ തിങ്കളാഴ്ചയിലേക്ക് വരുമ്പോൾ 20 ലക്ഷം രൂപയായിട്ട് സിനിമയുടെ കളക്ഷൻ കുറയുന്നത് കാണാൻ സാധിക്കും. ചൊവ്വാഴ്ചയിലേക്ക് വരുമ്പോൾ 19 ലക്ഷം രൂപയായിട്ട് അത് വീണ്ടും കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബുധനാഴ്ചയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഉയർച്ച, ഒരു 5% ഉയർച്ച, അതായത് 20 ലക്ഷമായിട്ട് അത് ഉയരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഈ 6 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഈ സിനിമയ്ക്ക് ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചത് 1,81 ലക്ഷം രൂപയാണ് എന്നുള്ളത് ഓർക്കുക. മാത്രവുമല്ല, ഈ സിനിമയുടെ ബഡ്ജറ്റ് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 7 കോടി രൂപയ്ക്ക് അടുത്ത് ബഡ്ജറ്റ് വന്ന ഒരു ചിത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 1,81 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടി എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് 1 കോടിക്ക് താഴെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതും കൂടി ഓർക്കുക. അപ്പോൾ വലിയ കാര്യമായിട്ട് തന്നെ ചിത്രം തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ തിയേറ്റർ പ്രോഫിറ്റ് ആയിട്ട് മാറുന്ന കാര്യം വലിയ സംശയമായിരിക്കും. അത്യാവശ്യം തരക്കേടില്ലാത്ത റെസ്പോൺസ് കിട്ടിയ സിനിമയാണ്, അഭിപ്രായം കിട്ടിയ സിനിമയാണ്. പിന്നീടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രം ഇവിടെ സക്സസ് ആയിട്ടില്ല. അവർ മാർക്കറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ അതൊക്കെ തന്നെയായിരിക്കാം ഈ സിനിമയ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കുറഞ്ഞ കളക്ഷന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുകയും. എന്ത് തന്നെയാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ സിനിമ കണ്ടവരാണ് എന്നുണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്തുക. ചിത്രം എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല, തീർച്ചയായിട്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നു. കാത്തിരിക്കാം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി.